എല്ലാവർക്കും നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മാർച്ച് 2024 നടക്കാൻ പോകുന്ന +2 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ PYQ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2023 മുതൽ അങ്ങോട്ട് പുറകിലോട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പ്രോബബിലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, 3 ഡയമെൻഷണൽ ജോമെട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാം. റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണിത്. കൺസിഡർ ദ വെക്ടേഴ്സ് a equal to I plus 2j plus 3k and b equal to 3i plus 2j plus k. രണ്ട് ക്വസ്റ്റ്യൻസ് ഉള്ളത്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് a dot b, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ a and b. a dot b യും കണ്ടുപിടിക്കണം, ആംഗിൾ ബിറ്റ്വീൻ a and b യും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ a dot b കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാം. a dot b എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിലെ കമ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഐ കമ്പോണന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 into 3 പ്ലസ് j കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 പ്ലസ് 3 into 1 k കമ്പോണന്റ് 3 into 1 ആൻസർ കിട്ടും 3 പ്ലസ് 4 പ്ലസ് 3 എന്ന് കിട്ടും ഈക്വൽ ടു 10. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എത്രയായി? 10 ആയി. നിങ്ങൾക്ക് 1 മാർക്ക് ഇവിടെ കിട്ടും. ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? cos θ is equal to വെക്ടർ a ഡോട്ട് വെക്ടർ b ബൈ മോഡ് വെക്ടർ a മോഡ് വെക്ടർ b. ഇതാണ് ഫോർമുല അല്ലെ. ഓൾറെഡി ഇപ്പൊ നമ്മൾ a ഡോട്ട് b കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് മോഡുലസ് എയുടെയും ബിയുടെയും എടുത്താൽ മതി അല്ലെ. a ഡോട്ട് b ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത് എന്താ? 10 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ എയുടെ കമ്പോണൻസിന്റെ സ്ക്വയർ സമ്മ് റൂട്ട് അല്ലെ. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടും. കാരണം എ എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണൻസ് 1 2 3 ആണ്. ഇൻറ്റു റൂട്ട് ഓഫ് ബിയുടെ കമ്പോണൻസും അതുപോലെ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് 10 ബൈ റൂട്ട് 9 പ്ലസ് 4 പ്ലസ് 1 14 വരും അല്ലെ. റൂട്ട് 14 ഇവിടെ കിട്ടും. ഇവിടെയും റൂട്ട് 14 ആയിരിക്കും. ശരിയല്ലേ? റൂട്ട് 14 ആൻഡ് റൂട്ട് 14 ആണ് ഇവിടെ വരിക. റൂട്ട് 14 എത്രയാ? 14 ആണ്. Therefore this is 10 by 14 വരും അല്ലെ. 10 by 14 നമുക്ക് എങ്ങനെ എഴുതാം? 5 by 7 എഴുതാം. നമുക്ക് വേണ്ടത് ആംഗിൾ ആണ്. തീറ്റ ഈക്വൽ ടു cos ഇൻവേഴ്സ് ഓഫ് 5 by 7. ക്ലിയർ അല്ലേ? ഇത് 2 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ 3 മാർക്കിന്റെ 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് ഇത്. ഓക്കെ, ശ്രദ്ധിച്ചു പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. കൺസിഡർ ദ വെക്ടേഴ്സ്. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി, ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ എ ആൻഡ് ബി അല്ലെ. ആദ്യം നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എ ക്രോസ് ബി. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനന്റ് എടുക്കണം അല്ലെ. ഡിറ്റർമിനന്റ് i j k. ഇനി ആദ്യത്തെ എയുടെ കമ്പോണൻസ് എഴുതുക 1 - 7 7. ബിയുടെ കമ്പോണൻസ് എഴുതുക 3 - 2 2. ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തോളൂ. -14 + 14 -14 + 14 വരും അല്ലെ. 0 ആയി പോകും. -j ഇൻറ്റു കോളം റോയും കളഞ്ഞാൽ 2 - 21 2 - 21 പ്ലസ് k ഇൻറ്റു -2 + 21. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 0 ആയി പോകും. പിന്നെ ബാലൻസ് വരിക -19. അത് പ്ലസ് ആയി മാറുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ 19j പ്ലസ് 19k. ഇതാണ് നമ്മുടെ എ ക്രോസ് ബി. ശരിയല്ലേ? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആരാണ്? വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ആൻഡ് ബി ആരാണത്? എ ക്രോസ് ബി ആണ് അല്ലെ. എ ക്രോസ് ബി. അപ്പൊ എ ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി ഇപ്പൊ നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ എന്താക്കിയാൽ മതി? യൂണിറ്റ് വെക്ടർ ആക്കിയാൽ മതി. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ത് വരും? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി. എ ക്രോസ് ബിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ ക്രോസ് ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 19j പ്ലസ് 19k ആണ്. ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 19 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ എന്ന് വരും. എത്ര 19 സ്ക്വയർ ഉണ്ട്? 2 19 സ്ക്വയർ ഉണ്ട് അല്ലെ.
അപ്പോൾ നമുക്ക് ആ 19 സ്ക്വയർ പുറത്തേക്ക് എടുക്കാം, ബാക്കി അവിടെ 2 കാണും. അപ്പോൾ 19j പ്ലസ് 19k ഡിവൈഡഡ് ബൈ റൂട്ടിനകത്ത് 19 സ്ക്വയർ പുറത്തേക്ക് വന്നാൽ 19 ആവും അല്ലെ. പിന്നെ ബാലൻസ് 1 + 1 2 കാണും. ഇതിലെ ഈ 19 നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം, കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തിട്ട്. അപ്പൊ j പ്ലസ് കെ ബൈ റൂട്ട് 2 ആണ് ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ. j പ്ലസ് കെ ബൈ യൂണിറ്റ് 2 ആണ്, സോറി റൂട്ട് 2 ആണ് ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് ആർ എ ആൻഡ് ബി. എയും ബിയും അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് വരുന്ന പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ദ പാരലോഗ്രാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഇസ് മോഡ് എ ക്രോസ് ബി ആണ് അല്ലെ. മോഡ് എ ക്രോസ് ബി ആണ് ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു മോഡ് എ ക്രോസ് ബി ആണ്. ഓൾറെഡി ഇപ്പം മോഡ് എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്രയാ? 19√2 അല്ലെ. 19√2 താഴെ കാണുന്നത് റൂട്ട് 19 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ, രണ്ട് 19 സ്ക്വയർ. 19 സ്ക്വയറിനെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം, ബാക്കി അവിടെ 19√2 ഉണ്ടാവുക. അതാണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? 4 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. എന്താ ഡയറക്ഷൻ കൊസൈൻസ്? കോസ് ആൽഫ ഈക്വൽ ടു എക്സ് ബൈ ആർ, കോസ് ബീറ്റ ഈക്വൽ ടു വൈ ബൈ ആർ ആൻഡ് കോസ് ഗാമ ഈക്വൽ ടു സെഡ് ബൈ ആർ. ശരിയല്ലേ? ഇതിനെ നമ്മൾ എൽ എന്ന് വിളിക്കാറുണ്ട്, ഇതിനെ നമ്മൾ എം എന്ന് വിളിക്കാറുണ്ട്, ഇതിനെ നമ്മൾ എൻ എന്ന് വിളിക്കാറുണ്ട്. എൽ എം എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആർ എന്താണ് ഇവിടുത്തെ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് ആർ അല്ലെ, മോഡുലസ് ആണ്. അപ്പൊ ആദ്യം ആർ കണ്ടുപിടിക്കുക. ആർ ഇസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 5 സ്ക്വയർ 25. എത്ര വരും നോക്കിയേ? 29 പ്ലസ് 9 38 അല്ലെ, റൂട്ട് 38 വരും. അപ്പൊ നമ്മുടെ എൽ എന്താണ്? എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 3 ബൈ റൂട്ട് 38. ഓക്കെ. അതുപോലെ എം എന്ന് പറഞ്ഞാൽ എന്താ? വൈ ബൈ -2 ബൈ റൂട്ട് 38. അടുത്തത് എൻ സെഡ് ബൈ 5 ബൈ റൂട്ട് 38 എന്ന് വരും. ഇത് 1 മാർക്കിന്റെ ചോദ്യമായിരുന്നു കേട്ടോ. 2022 ചോദ്യമാണ്, 1 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. കൺസിഡർ 2 വെക്ടേഴ്സ്. എ ബി എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ നമുക്ക്. എ ക്രോസ് ബി 2 മാർക്കിന്റെ ചോദ്യമാണ്. ഡിറ്റർമിനന്റ് ഐ ജെ കെ 2 1 1 1 1 1. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തോളൂ. ഐ ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു 2 മൈനസ് 1 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 0 വരും, മൈനസ് ജെ പ്ലസ് കെ എന്ന് വരും. ഇതാണ് എ ക്രോസ് ബി. ശരിയല്ലേ? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എങ്ങനെ എഴുതും? എ ആൻഡ് ബി ഈസ് എ ക്രോസ് ബി ബൈ എ ക്രോസ് ബി ആണ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. യൂണിറ്റ് വെക്ടർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ജെ പ്ലസ് കെ ആണ്. അതിന്റെ മോഡുലസ് എന്താ വരിക? റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ബൈ റൂട്ട് 2 പ്ലസ് കെ ബൈ റൂട്ട് 2. ഒന്നിച്ച് എഴുതിയാലും മതി കേട്ടോ, ഒന്നിച്ച് എഴുതിയാലും മതി. മൈനസ് ജെ പ്ലസ് കെ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നാലാമത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. Find the projection of the vector I plus 3j plus 7k on the vector 7i minus j plus 8k. എന്താണ് പ്രൊജക്ഷൻ ഓഫ് എ ആൻഡ് ഓൺ ബി? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയുടെ ഫോർമുല എഴുതുക. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്തായിരുന്നു ഫോർമുല? ഇറ്റ് ഇസ് a dot b by mod b ആണ്. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് ആദ്യം എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് 1 into 7 plus 3 into -1 plus 7 into 8 divided by root of b യുടെ മോഡുലസ് ആവേണ്ടത് 7 square plus 1 square plus 8 square. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കിക്കേ? 7 minus 3 plus 56 അല്ലേ, ബൈ റൂട്ട് 49 plus 1 plus 64. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 56 plus 4 60 എന്ന് വരും. 60 divided by root of 114 അല്ലെ. 60 divided by 114 എന്നാണ് ആൻസർ കിട്ടുക. കറക്റ്റ് അല്ലേ നോക്കിക്കേ? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി 60 divided by
1 1. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഓക്കെ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യെസ്, 1 1. ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് ഇഫ് ദ വെക്ടേഴ്സ് ആർ ഗിവൺ ലൈക്ക് ദിസ്. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കും? ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ എഴുതിയ അത് തന്നെയാണ്. എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി അല്ലെ? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ മതി. ഫോർ ദാറ്റ് ആദ്യം നമ്മൾ എ ക്രോസ് ബി എന്താണെന്ന് കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ഈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ. പിന്നെ 2 1 3 3 5 -2 എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഐ ഇൻറ്റു -2 -15 -j ഇൻറ്റു -4 -9 plus k into 10 -3. That is equal to -17i. This is 13 plus 13j plus 7k. അല്ലെ? ഇനി ഇതിന്റെ മോഡുലസും കൂടെ നമ്മൾ എഴുതണം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് ഡയറക്റ്റ് എഴുതിക്കോളൂ. യൂണിറ്റ് വെക്ടർ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു -17i plus 13j plus 7k divided by root of 17 square plus 13 square plus 7 square. നെഗറ്റീവ് 17 അല്ലേ? 17 പോസിറ്റീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 17 സ്ക്വയർ 289, 169, 49. എന്ത് കിട്ടും നമുക്ക് ആൻസർ നോക്കൂ. -17i പ്ലസ്, ഓക്കെ ഞാൻ താഴെ എഴുതാം, -17i പ്ലസ് 13j പ്ലസ് 7k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 507 വരും അല്ലെ? റൂട്ട് ഓഫ് 507. ദിസ് ഇസ് ദ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. 6ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 3 പാർട്ടുകളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. The position vector of the points A, B, C are given like this. I plus 3j plus 3k, 4i plus 4k and -2i plus 4j plus 2k. Find AB and AC. ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എ ബിയും എ സിയും കണ്ടുപിടിക്കുകയാണ്. എ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇറ്റ് ഇസ് എ പൊസിഷൻ വെക്ടർ ഓഫ് ബി. അതിനെ നമുക്ക് ഒ ബി എന്ന് വിളിക്കാം. മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ, ഒ എ എന്ന് വിളിക്കാം. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ബിയുടെ പൊസിഷൻ വെക്ടർ ആണ് 4i plus 4k മൈനസ്, ഇനി ഇവിടെ എയുടെ പൊസിഷൻ വെക്ടർ ആണ് ഈ കാണുന്നത് അല്ലെ? i plus 3j plus 3k. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 4i minus i 3i, പിന്നെ ഇവിടെ -3j കാണും, പിന്നെ 4k minus 3k plus k യും കാണും. ഇതാണ് വെക്ടർ എ ബി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വെക്ടർ എ സി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഒ സി മൈനസ് ഒ എ അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കിക്കേ. ഒ സി എന്ന് പറയുന്ന വെക്ടർ -2i plus 4j plus 2k ആണ്. ഓക്കെ, മൈനസ്, ഇനി എ എന്ന് പറയുന്ന വെക്ടർ ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ വെക്ടർ തന്നെയാണ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് i plus 3j plus 3k അല്ലെ? മൈനസ് ചെയ്താൽ എന്താ കിട്ടുക നോക്കൂ. ദിസ് ഇസ് ഈക്വൽ ടു -3i പിന്നെ പ്ലസ് ജെ മൈനസ് കെ. ഇതാണ് എ സി അല്ലെ? അപ്പോൾ എ ബിയും എ സിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ബിയും എ സിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, കറക്റ്റ് ആണല്ലോ. എ എന്ന് പറയുന്ന വെക്ടറും കറക്റ്റ് ആണ്. യെസ്, ഓക്കെ, റൈറ്റ് ക്ലിയർ ആണ്. അപ്പോൾ എ ബി എ സി കിട്ടി നമുക്ക്. ഇനി എന്താ വേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആംഗിൾ കണ്ടുപിടിക്കാൻ കോസ് തീറ്റ ഈക്വൽ ടു എ ബി ഡോട്ട് എ സി ഡിവൈഡഡ് ബൈ മോഡ് എ ബി മോഡ് എ സി അല്ലേ? ഈ ഫോമുല നമ്മൾ ഉപയോഗിക്കുക. ദാറ്റ് ഇസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. 3 into -3 -3 into 1 plus 1 into -1 divided by root of 9 plus 9 plus 1 into root of 9 plus 1 plus 1 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ -9 -3 -1 divided by root of 19 into root of 11 വരും.
ശരിയല്ലേ? ഇതെന്താ കിട്ടും? -12 അല്ലേ? സോറി, -13 വരും. -13/√19√11. കറക്റ്റ് അല്ലേ? ഇത്ര കിട്ടുന്നത്. മോഡുലസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. മോഡുലസ് എടുത്തിട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് മോഡുലസ് എടുത്താൽ മതി. ദർഫോർ നമുക്ക് വേണ്ടത് തീറ്റയാണ് അല്ലേ? തീറ്റ എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 13/√19 × √11. കറക്റ്റ് ആയിട്ട് റൂട്ടുള്ള നമ്പറുകൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ടാമത്തെ ചോദ്യം നോക്കൂ. എ എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കുക. ആൻഡ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എ തന്നിട്ടുള്ളത് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എയും ബിയും തന്നിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. 3i + i 4i, പിന്നെ 2j + k 4j, 2k - 2k 0k അല്ലേ? അതാണ് എ പ്ലസ് ബി. ആൻഡ് എ മൈനസ് ബി എന്താ? മൈനസ് ചെയ്താൽ മതി നേരെ തിരിച്ച്. 3i - i 2i, 2j - j 0j, 2k - 2k + 4k. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി, എ മൈനസ് ബി കണ്ടുപിടിക്കുക. എന്തായിരിക്കും അത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് i j k 4 4 0 2 0 4 അല്ലേ? എക്സ്പാൻഡ് ചെയ്തോളൂ. i × 16 -0 വരും. -j × again 16, പിന്നെ -0 ആണ് വരിക. +k × 0 - 8 അല്ലേ? -8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16i - 16j - 8k എന്ന് കിട്ടും. ശരിയല്ലേ? ഇതാണ് എ പ്ലസ് ബി എ മൈനസ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഇനി അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റണം നമ്മൾ. യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റാൻ അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 16i - 16j - 8k നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള 16² + 16² + 8² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വരുന്നു? 16i - 16j - 8k ഡിവൈഡഡ് ബൈ, ഇവിടെ 8² കോമൺ ആണ്, ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. 8 റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ കിട്ടും. പിന്നെ ബാലൻസ് ഇവിടെ ഉണ്ടാവുക 2² ആണ്, ഇറ്റ് ഇസ് 4, പ്ലസ് ഇവിടെയും 2² ഉണ്ടാവും, ഇറ്റ് ഇസ് 4, പിന്നെ അപ്പുറത്ത് 1² ഉണ്ടാവും, 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ 8 ഞാൻ 16 ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ 2i - 2j - k ഡിവൈഡഡ് ബൈ √9 വരും അല്ലേ? അതെന്താ? 3 ആണ്. അപ്പോൾ ദിസ് ഇസ് ദ യൂണിറ്റ് വെക്ടർ. 2i - 2j - k by 3 ആണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചെയ്യാൻ കുറച്ച് ചെയ്യാനുണ്ടെന്ന് മാത്രം, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എട്ടാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. കൺസിഡർ ദ പോയിന്റ്സ്. എ തന്നിട്ടുണ്ട്, എ 1 2 7, ബി തന്നിട്ടുണ്ട് 2 3 6, സോറി 2 6 3, ആൻഡ് സി തന്നിട്ടുണ്ട് 3 10 -1. എ ബി ആൻഡ് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം, 2 - 1 1i, പിന്നെ 6 - 2 4j, പ്ലസ് 3 - 7 -4k അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു i + 4j - 4k എന്ന് വരും അല്ലേ? ഇതാണ് വെക്ടർ എ ബി. ദെൻ വാട്ട് ഇസ് വെക്ടർ ബി സി? വെക്ടർ ബി സി ഇസ് OC - OB. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, സിയുടെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക. 3 - 1 2i, പ്ലസ് 10 - 2 8j, പിന്നെ -1 - 7 -8k. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i + 8j - 8k എന്ന് വരും. ഇതാണ് എന്ത്? ഓക്കെ, കറക്റ്റ് അല്ലേ? നോക്കിയേ. 3 - 1, സോറി, ഇതിൽ ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചത്
വ്യത്യാസമുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എ സി ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി സി അല്ലേ? ബി സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയ മാറ്റം ഉണ്ട്. ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ ബി സി ആണല്ലോ, അപ്പോൾ സി മൈനസ് ബി ആണ് അല്ലേ? അപ്പോൾ 3 - 2 1 ആണ് വരിക. പിന്നെ 10 - 6 4 ആണ് വരിക. -1 - 3 -4 ആണ് വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു I + 4j - 4k ആണ് വരിക. I + 4j - 4k ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം നോക്കൂ. Question number 10. Find the area of the parallelogram whose adjacent sides are 2i + j + k and ji - j. അല്ലേ? ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോഡുലസ് a × b കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ ആദ്യം a × b കണ്ടുപിടിക്കണം. a × b is determinant I j k 2 1 1 1 -1 0. expand ചെയ്യുക. I into 0 + 1 minus j into 0 - 1 plus k into -2 - 1 -3 എന്ന് വരും. That is equal to I minus plus j minus 3k. ഓക്കെ, ഇതാണ് നമ്മുടെ വെക്റ്റർ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമ്മുടെ ഏരിയ ആയി. മോഡുലസ് a × b ഈസ് ഇത് വരും √1 + 1 + 9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √11. √11 ആണ് നമ്മുടെ ഏരിയ. കറക്റ്റ് അല്ലേ? 10ാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യം നോക്കൂ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് I + j and j + k. ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ cos θ = a.b / mod a mod b ആണ് യൂസ് ചെയ്യുക അല്ലേ? a.b / mod a mod b. ഈ ഫോമുല യൂസ് ചെയ്യുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. 1 × 0 പ്ലസ് ഇവിടെ j കമ്പോണന്റ് ഉള്ളൂ, I കമ്പോണന്റ് ഇല്ല അല്ലേ? പിന്നെ 1 × 1 j കമ്പോണന്റ് രണ്ട് സ്ഥലത്തുണ്ട്, അത് 1 എന്ന് വരും. പ്ലസ് k കമ്പോണന്റ് ഇവിടെ ഇല്ല, 0 × 1 ഡിവൈഡഡ് ബൈ √1² + 1² ആദ്യത്തെ mod a, രണ്ടാമത്തതും 1² + 1² mod b അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 × √2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. cos θ 1/2 ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? cos ഇൻവേഴ്സ് ഓഫ് 1/2. cos ഇൻവേഴ്സ് 1/2 വരുന്നത് എപ്പോഴാണ്? 60 ഡിഗ്രി അല്ലേ? ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ വെക്ടർ ആൾജിബ്രയിൽ റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ളത്. ഇതെല്ലാം മാർച്ച് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും, പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളും ക്ലാസ്സുകളും അതിനകത്ത് വരും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.